അപ്പം രാവിലെ തന്നെ ഞാനേ ബൈക്ക് റെന്റിലെടുക്കാൻ പോവാണ്. രാവിലെ തന്നെ ഞാൻ ചിറാപ്പുഞ്ചിയിൽ നമുക്കൊരു റൂം Booking.com കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡീലായിരുന്നു. 1300 അത്ര എങ്ങാണ്ട്. അപ്പം ഇനി ചിറാപ്പുഞ്ചിയിലേക്ക് പോകണം. ഇനി എന്താ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പോയി കുളിക്കുക, ഒരുങ്ങുക, നേരെ ഇറങ്ങുക. ഇതാണ് ഇനി അടുത്ത പരിപാടി. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. നല്ല വെളുത്തിരിക്കണില്ലേ. ഇത് തിരക്കില്ലാത്തൊരു സിറ്റി കാണണമെങ്കിൽ ഇപ്പം മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ ഊടുക്കത്തെ തിരക്കായിരിക്കും. വണ്ടിയാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. ഈ വണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സ്ക്രാച്ചസ് എല്ലാം നമ്മൾ വീഡിയോ എടുക്കണം. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. വേറെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉണ്ടോ, ഇവിടെ പാടുണ്ട്. ഈ വണ്ടിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തേക്കാണ് ഞാൻ ചെയ്തേക്കണത്. ബുക്ക് ചെയ്യണമെങ്കിൽ വേറെ എമൗണ്ട് കൊടുത്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ. ഞാൻ എൻ്റെ റൂമിൽ പോയി ഫ്രഷപ്പായിട്ട് നേരെ ഒട്ടും സമയം കളയാതെ ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചിറാപ്പുഞ്ചിയിലത്തെ കുറച്ച് കാഴ്ചകൾ കാണുന്നതായിരിക്കും. അപ്പം ഓക്കെ, നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്തു. ഒന്നും എടുക്കാൻ വന്നിട്ടില്ലല്ലോ അല്ലേ. നമ്മൾ നേരെ പോവാണ് ഗൈസ്, നേരെ പോവാണ്. ക്ഷീണിച്ചു, ബോഡിയൊക്കെ ആകെ ക്ഷീണിച്ച് ഒരു കോലമായി. കുഴപ്പമില്ല, 6 പാക്ക് തെളിഞ്ഞു. അയ്യോ, ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നടത്തുമ്പോൾ തന്നെ നമ്മളെ 6 പാക്കൊക്കെ അങ്ങ് തെളിയും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഉടുപ്പ് തന്നെ ഇടുന്നത്. ഇതിന് വലിയ മണവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നേരെ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഫൈനലി യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഒറ്റയ്ക്കായതുകൊണ്ട് വീഡിയോ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കതനുസരിച്ച് ചെയ്യാം. 8 മണിയായി, നമ്മൾ 8:30 നമ്മൾ തുടങ്ങുവാണ്. പെട്രോൾ കയറിയതാണ്. ഇവിടെ 96 രൂപയാണ് ആസാമിലെ പെട്രോള്. എന്തായാലും 96 രൂപ. അപ്പം നമ്മൾ ഇങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ പിന്നെ ഫുഡ് കഴിച്ചില്ല, അതാണ് ഒരു ഇത്. നമ്മളിങ്ങനെ പയ്യെ എവിടെയാ മേഘാലയയുടെ ഇത് തെറ്റിപ്പോണെന്താ, മേഘാലയയിലെ ചിറാപ്പുഞ്ചിയിലേക്ക് നമ്മളിങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ്. ഇവിടെ നല്ല രസം കേട്ടോ, നല്ല കിടിലൻ ക്ലൈമറ്റാണ്. രാത്രിയൊക്കെ മറ്റേ പൊന്നു മോനെ ഇവിടെ എന്താണ്, ഫാനും വേണ്ട, AC വേണ്ട, കിടിലൻ തന്നെ. പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കയറിയതാണ്. പൈൻ വാലി സ്പോട്ട് ആയതുകൊണ്ടാണ് ഗൈസ്. നല്ല കത്തിയാണ്, നല്ല കത്തി. ബ്രെഡ് ഓംലേറ്റിന് 120 രൂപ, കോഫിക്ക് 50 രൂപ. എന്താണ് പിന്നെ വേറെ കടയിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് കയറിയതാണ്. ലോക്കൽ കട കിട്ടുമായിരിക്കും പോണ വഴി, ഉള്ളത് കൊണ്ട് ഓണം പോലെ. നല്ല ഫുഡ് കഴിക്കാൻ നോക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഗായ്സ്. അങ്ങോട്ട് നോക്കുക ഗായ്സ്, എന്ത് രസമാണെന്ന് കണ്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ബ്യൂട്ടിഫുൾ ഗായ്സ്, സെറ്റപ്പ് അല്ലേ. ഇതൊക്കെ കാണണം. മേഘാലയ കാണാതെ പോയായിരുന്നെങ്കിൽ ഞാൻ ആകെ ഇതായി പോയേനെ, ശോകമായി പോയേനെ. കാരണം എന്ത് കിടില സ്ഥലമെന്ന് കണ്ടോ. ഇങ്ങനെ മലനിലകളാൽ മൂടപ്പെട്ട് കിടക്കുന്നതാണ് മേഘാലയ. ചിറാപ്പുഞ്ചിയൊക്കെ ഭയങ്കര ഹിൽ ടോപ്പിലാണ് ഗൈസ്. അപ്പോൾ മേഘാലയ ഈസ് ഐ ആം കമ്മിങ്. ഈ വീഡിയോ എടുക്കൽ ഇച്ചിരി ശോകമാണ്. ആ ഗോപ്രോയിലാണെങ്കിൽ എൻ്റെ ഇതെടുക്കാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ പേരെന്താ, മെമ്മറി കാർഡ് അല്ല, ഇതിനാണ് ഗോപ്രോ. ഇതാണ് ഗൈസ് ആ ഒരു വ്യൂ. ഇവിടെ നിൽക്കുമ്പോൾ ആ ഗ്രാമീണത ഭംഗിയുണ്ടോ, ആ പ്രകൃതിയിലേക്ക് ലയിച്ചിരിക്കണ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. മഴ വീണ ഈ വെള്ളത്തിൻ്റെ കളർ എന്താ ഇങ്ങനെ പച്ച കളർ, പച്ച കളർ, എന്ത് രസമല്ലേ. ഇവിടെ കുറേ ദാബയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെയാണ് പിന്നെ ദാബയുള്ളൂ. ഞാൻ ഫുഡ് കഴിച്ചെടുത്തുനിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്ത് രസമെന്നറിയോ. എനിക്കിവിടുന്ന് പോകാനേ തോന്നല്ല, പക്ഷെ കയ്യിൽ കാശ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഞാനൊരു ഒരാഴ്ച ഇവിടെ നിന്നേനെ. നേരത്തെ അവിടെ കണ്ട വെള്ളമില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒലിച്ചങ്ങ് പോണതാ. ആ കളറുണ്ടോ വെള്ളത്തിൻ്റെ, ഒരു മറ്റേ നമ്മുടെ ഗ്രീനിഷ് കളറാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറേ ദൂരത്തേക്കുണ്ട്. സെറ്റപ്പാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇങ്ങോട്ട് പോകുമ്പോഴുള്ള ടൂർ സ്പോട്ട്. ആ വഴി പോകുമ്പോഴാണ് ദൗക്കിയിലേക്കും കാര്യങ്ങളും. അപ്പം നമ്മളിന്ന് ആദ്യം പോണത് നമ്മുടെ ഇവിടെ മൗസ്മി കേവ്
പിന്നെന്താ അങ്ങനത്തെ കുറച്ച് ഫാൾസിലും കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ നമ്മൾ നേരെ പോണത്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോട്ടെ. ദൗക്കിയിലൊക്കെ നാളെ പോവാം. കാരണം ഞാൻ ഇവിടെ ചിറാപുഞ്ചിയിലാണ് റൂമൊക്കെ ബുക്ക് ചെയ്തേക്കണം. 300 രൂപ ഇവിടെ. എൻ്റെ മുന്നോ കോട്ടങ്ങാനം എടുത്താൽ മതി. അപ്പം കോട്ടിലതൊന്ന് പോയി നോക്കാം. മഴ തന്നെയാണെങ്കിൽ അറിയട്ടെ. ആണ് പോണ വഴിക്കുള്ളൊരു ബ്രിഡ്ജാണ്, ദ്വാൻ സിംഗ് സ്യൂം ബ്രിഡ്ജ്. ഓ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അവിടെ നിന്ന് കുറേ വ്യൂ ഒക്കെ ഉണ്ട്. ദേ കണ്ടോ, അവിടെ നിന്ന് വ്യൂ ഉണ്ട് കുറേ. ഇത് ആ ഒരു ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിന്റ് ആണ് ഗൈസ്. അപ്പം ഇവിടെ നിന്ന് കുറേ മലനിരകൾ കാണാം. ദേ അവിടെ നോക്കി ബഞ്ചി ജമ്പ്. ബഞ്ചി ജമ്പ് ഇവിടെ ഉണ്ടോ? എനിക്ക് ചെയ്യണം എന്നുണ്ട് ഗൈസ്. പക്ഷേ എത്രയാണെന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് ചാടി നോക്കാം അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമാണ് ബഞ്ചി ജമ്പ്. ചാടി നോക്കണം. ഇതാണ് ആ വ്യൂ എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിന്റാണിത്. അയ്യോ ബഞ്ചി ജമ്പ് ഉണ്ടല്ലേ, അവിടുന്ന് ഒറ്റ താഴത്തേക്ക്. ആഹാ എന്ത് രസമായിരിക്കും അറിയോ. ഒന്ന് ചെയ്യണം. അതിന് വല്ല 16,000-7,000 രൂപ ആയിരിക്കും. അതാണ് വേറൊരു പ്രശ്നം. നമുക്ക് ഇത് എത്രയാണെന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ വേറൊരു ദിവസം ചെയ്യാം. സെറ്റപ്പ് സ്ഥലം. നല്ല പർവ്വതാനിയിൽ കോട പൊതിച്ച് കിടക്കുന്നത് ഒരു മൂന്നാർ വയ്യു. പക്ഷേ കുറച്ചുകൂടി നല്ല മലകളാണ് മൂന്നാറിലും. അതാണ് നമ്മുടെ മേഘാലയ ഗൈസ്. മഴയൊക്കെ ഉണ്ട്, തടക്കമുണ്ട്. ഇനി നമുക്കൊരു 18 കിലോമീറ്റർ കൂടി ചിറാപുഞ്ചിയിലേക്കുണ്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു വ്യൂ കണ്ടപ്പോൾ നിങ്ങളെയും കൂടിയും കാണിക്കണം എന്ന് തോന്നി ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ചിറാപുഞ്ചിയിൽ എത്തിയിട്ട് അടുത്തത്. ഞാനങ്ങനെ ഫൈനലി മൗസ്വാമി അങ്ങനെയാണ് മൗസ്വാമൈ കേവ് അവിടെ എത്തി ഗൈസ്. ഇപ്പോൾ പാർക്കിങ്ങിന് ഇവിടെ 10 രൂപയാണ്, കാറിന് 30 രൂപ, അങ്ങനെയാണ്. ബൈക്കിന് 10 രൂപ പാർക്കിംഗ് പ്ലേസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണാൻ പറ്റും നമുക്ക്. അതാണ് കയറി വന്ന എൻട്രൻസ് ഒക്കെ. നമ്മൾക്ക് ഇങ്ങോട്ടാണ് കയറി പോകേണ്ടത്, കേവിലേക്ക്. നേരെ അതിൻ്റെ ഉള്ളിലാണ് കേവ്. മൗസ്വാമൈ കേവിൻ്റെ അടുത്തുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇന്ന് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. അത് ഇത്രയാണോ തിരക്കുള്ളൂ എനിക്കറിയില്ല. ഇനി അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളൊക്കെ പണിതേക്കുന്നത് കാണാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഗൈസ്. അപ്പം നമ്മൾ ആ കേവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി. കുറേ കിളികളുടെ കളകളാതരമാണോന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ സൗണ്ടുകൾ. അതെ കിളികളുടെ കളകളാതര സൗണ്ടുകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ കുറേ സ്പീഷീസ് ഓഫ് മറ്റേ മരങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. സ്റ്റെപ്പ് കുറേ നടന്ന് കയറാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരാൾക്ക് 30 രൂപയാണ് ഗൈസ് എൻട്രി. അഡൽറ്റിന്, ചൈൽഡിന് 10 രൂപ. പിന്നെ വല്ല മൂവി ഷൂട്ടിങ് വല്ലതും ഉണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കണം. അങ്ങനെയാണ് ബോർഡ് വെച്ചേക്കണത് പുറത്ത്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ കേവ്, മൗസ്വാമൈ കേവ്. ഇതാണ് ആ കേവിൻ്റെ എൻട്രൻസ് ഒക്കെ ആണ്. അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഗൈസ്. ഓ ഇതാണ് കേവ് സെറ്റപ്പാട്ടോ, അടിപൊളി. ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ വിക്കിപീഡിയ നോക്കാനായിട്ട് മറന്നുപോയി. ഇതെന്താണ് ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കോട്ടോ. കുറച്ചുകൂടി സ്റ്റീപ്പി ആയിട്ട് വരുവാണ് ഗൈസ്. ഇതിങ്ങനെ നടന്ന് ഉള്ളിലേക്ക് കയറി പോകണം ഗൈസ്. നമ്മൾ വരുമ്പം ഇവിടെ ഷൂസൊക്കെ ഇട്ട് വരാൻ നോക്കുക. ചെരുപ്പിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പണിയാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാം. തിരക്കുണ്ട്. ഇത് ഫുള്ള് ഞാരോ ആയിട്ട് വരുവാണ് ഗൈസ്. ഭയങ്കരമായിട്ട് ഞാരോ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുഞ്ഞൊക്കെ പോണം ഗൈസ്. ഇതുവഴി പോകുമ്പോ ഇവിടെ ഇങ്ങനെ കുഞ്ഞു മനുഷ്യനെ നടുപൊടിയും. ക്ലസ്റ്റോഫോബിയ ഉള്ളവരൊന്നും വരാതിരിക്കും ഇവിടെ. എനിക്കതാ പറയാനുള്ളൂ, ക്ലസ്റ്റോഫോബിയ ഉള്ളവർ വരാതിരിക്കും. പക്ഷെ കിടിലൻ എക്സ്പീരിയൻസ്. ഇവിടെ വരാതെ നിങ്ങൾ മേഘാലയയിൽ ഇവിടെ വരാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷോകായി പോകും. ഇത്രയും സെറ്റപ്പാണ് ഇവിടെ. തീരെ വൈബാട്ടോ, സെറ്റപ്പാണ് ഇവിടെ. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ
ഇവിടെയൊക്കെ വരിക. ഇവിടെ കോയിലിട്ട് പ്രാർത്ഥിച്ച എന്തൊക്കെയോ നടക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഭയങ്കരം തന്നെ, ഭയങ്കരം സീനാണ്. കിടിലൻ വൈബ് സ്ഥലോട്ടോ ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ ഭംഗിയായ വൈബ്. പാറയുടെ ഉള്ളിൽ കൂടെ ഇറങ്ങി കയറി. എൻ്റെ പൊന്നോ, അതിലും വലുതാണോ ചെറുതാണോ? അയ്യോ, അതിലും ചെറുതാണ് ഗൈസ് ഇത്. എൻ്റെ പുറത്താണെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഓ, ഇത് കണ്ടില്ലേ, ഭയങ്കര സ്റ്റീപ്പാണ്. എന്ത് സ്റ്റീപ്പാന്ന് നോക്കി. ഞാരോ കേവി പോയ പോലെ ഉണ്ട്. കേവ് മൂട്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സില്ലേ ആ ഒരു വൈബ്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോവാം. തീരുന്നില്ല, അങ്ങോട്ട് കുറേ ഉണ്ട്. ഓ, ഫുള്ള് ചെളിയായി. ചെളിയാ, മൊത്തം ചെളിയാ താഴത്ത്. പിന്നെ ഇവിടെ ടൈലിടാൻ പറ്റൂ അല്ലേ? ഓ, കയറി പോകുമ്പോൾ വളരെ മനോഹരമായ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ഫോട്ടോ എടുത്ത കാര്യത്തിന് ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പായിട്ട് ഫോട്ടോ എടുത്ത ഫുൾ കാരണവന്മാരാണ് എൻ്റെ കൂടെ പുറകെയൊക്കെ വന്നെ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓ, അങ്ങനെ നമ്മൾ അത് കണ്ടു. ഇതേ സ്ഥലം നിങ്ങൾ മേഘാലയ വന്നിട്ടുണ്ടെങ്കിൽ ഈ കേവ് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഓ, സീൻ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ, സെറ്റ് സ്ഥലം. ഇനി ഇവിടെ വല്ലതാണോ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഷൂട്ട് ചെയ്ത്? ഇവിടെ അല്ലല്ലോ അല്ലേ? പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്തായിരുന്നെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു ഇവിടെ. സെറ്റപ്പാണ്. അവർ ഇതിൻ്റെ ഉള്ളിൽ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. കിട്ടിയ സാധനം 30 രൂപയ്ക്ക് വേർത്തി എന്ന് പറഞ്ഞാൽ പക്ക വേർത്തി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ? കേവ് കിടിലൻ, രക്ഷയില്ല, സീൻ സ്ഥലം.